ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 1344 കേരളത്തിലെ കരിപ്പൂർ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി അപകടത്തിൽപ്പെട്ടു. ഈ വിമാനാപകടത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും നിഗമനങ്ങളും ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗിക അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ആ ദാരുണമായ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ കേട്ടറിവ്. ഈ അപകടം നടക്കുന്ന സമയം കോവിഡ് മഹാമാരി കൊടുമ്പിരി കൊണ്ടിരിക്കുകയായിരുന്നു. വിദേശത്തു നിന്നുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് IX1344 വിമാനം 2020 ഓഗസ്റ്റ് 7 ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പറക്കുന്നത്. 184 യാത്രക്കാരും 2 പൈലറ്റുമാരും 4 ക്യാബിൻ ക്രൂ അടക്കം 190 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനം പറത്തിയത് മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്ന ദീപക് സാത്തെ ആയിരുന്നു. 30 വർഷത്തെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഫസ്റ്റ് ഓഫീസറായി പ്രവർത്തിച്ചത് ക്യാപ്റ്റൻ അഖിലേഷ് കുമാർ ആയിരുന്നു. ദുബായിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ ഒരുപാട് വൈകിയതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാവാൻ ക്യാപ്റ്റൻ ക്രൂവിനോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് കാലാവസ്ഥ പരിശോധിച്ചപ്പോൾ കനത്ത മഴയും കാറ്റും ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അന്ന് കോഴിക്കോട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ദിവസം കൂടിയായിരുന്നു. അങ്ങനെ 190 പേരുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് IX1344 എന്ന 13 വർഷവും 9 മാസവും പഴക്കമുള്ള ബോയിങ് വിമാനം ദുബായിൽ നിന്നും കരിപ്പൂർ ലക്ഷ്യമാക്കി പറന്നു. കരിപ്പൂരിൽ ടേബിൾ ടോപ്പ് റൺവേ ആണുള്ളത്. ഇത്തരം വിമാനത്താവളങ്ങളിൽ റൺവേയുടെ മുൻഭാഗത്ത് ഒരു കിടങ്ങായിരിക്കും ഉണ്ടാവുക. നല്ല മഴ തുടരുന്നതിനാൽ വിൻഷീൽഡ് വൈപ്പർ ഇടാതെ മുന്നോട്ടുള്ള കാഴ്ച ദുഷ്കരമായിരുന്നു. ലാൻഡിങ്ങിന് മുന്നോടിയായി വൈപ്പർ പ്രവർത്തിപ്പിക്കാൻ ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് ആവശ്യപ്പെട്ടു. പ്രവർത്തിപ്പിച്ച് 27 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ വൈപ്പർ നിശ്ചലമായി. ഈ സമയത്ത് വിമാനം 1881 അടി മുകളിലായിരുന്നു. കാഴ്ച വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ ഫ്ലൈറ്റ് ഒരു ഗോ അറൗണ്ടിനായി തീരുമാനിച്ചു. അവസാന നിമിഷം ലാൻഡിംഗ് ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും ചുറ്റിപ്പറക്കുന്നതിനെയാണ് ഗോ അറൗണ്ട് എന്ന് പറയുന്നത്. വിമാനം 10,000 അടി മുകളിലേക്ക് പറക്കാൻ ആരംഭിച്ചു. ക്യാപ്റ്റൻ മുന്നിലുള്ള വിൻഷീൽഡ് വൈപ്പേഴ്സിൻ്റെ പ്രവർത്തനരഹിതമായ സാഹചര്യത്തിൽ വീണ്ടും ഒരു ഗോ അറൗണ്ടിന് ശ്രമിക്കാൻ പാടില്ല എന്നതാണ് പ്രോട്ടോക്കോൾ. പകരം അടുത്തുള്ള ഏതെങ്കിലും എയർപോർട്ടുകളിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് കോക്പിറ്റിൽ ചർച്ചകളൊന്നും നടന്നില്ല. ക്യാപ്റ്റൻ്റെ ഉദ്ദേശം മനസ്സിലാകാതിരുന്നതിനാൽ ഫസ്റ്റ് ഓഫീസർ ഇവിടെ തന്നെ ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തണോ എന്ന് ക്യാപ്റ്റനോട് ചോദിച്ചു. വേണമെന്ന് ക്യാപ്റ്റൻ മറുപടിയും പറഞ്ഞു. ഇതേ സമയം റൺവേയിൽ നിന്നും മറ്റൊരു വിമാനം ടേക്ക് ഓഫ് ചെയ്തു കഴിഞ്ഞിരുന്നു. അതേ റൺവേ തന്നെ ലാൻഡിങ്ങിനായി ഉപയോഗിക്കാമോ എന്ന് എയർ ട്രാഫിക് കൺട്രോളർ ക്യാപ്റ്റൻ സാത്തയോട് റിക്വസ്റ്റ് ചെയ്തു. ആ സമയത്തുള്ള ലാൻഡിംഗ് ഏരിയയിലുള്ള ദൂരക്കാഴ്ച പരിധിയും കാറ്റിൻ്റെ വേഗം സംബന്ധിച്ചുള്ള വിവരങ്ങളും ATC ക്യാപ്റ്റനെ അറിയിച്ചു. ആ സമയത്ത് കാര്യമായ ടെയിൽ വിൻഡ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വിമാനം പറക്കുന്ന അതേ ദിശയിൽ പിന്നിൽ നിന്നായിരുന്നു കാറ്റ് വീശിയിരുന്നത്. ഇത് സ്വാഭാവികമായും വിമാനത്തിൻ്റെ വേഗത കൂട്ടാൻ ഇടയാക്കും. എങ്കിലും ക്യാപ്റ്റൻ ലാൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. 2 മിനിറ്റിന് ശേഷം വിമാനം ഇറങ്ങേണ്ട പ്രൊസീജിയർ അവർ തുടങ്ങി. ഇത്തവണ വൈപ്പർ ഓണായി. പക്ഷേ ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് ചോദിച്ചത് വൈപ്പറിന് ഇത്ര സ്പീഡേ ഉള്ളൂ എന്നായിരുന്നു. അതായത് വൈപ്പർ വളരെ പതുക്കെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. വിമാനം 633 അടി മാത്രം മുകളിലെത്തിയപ്പോൾ സാധാരണയിൽ കൂടുതൽ ടെയിൽ വിൻഡ് വീശുന്നുണ്ടായിരുന്നു. 500 അടി മുകളിലെത്തിയപ്പോൾ ക്യാപ്റ്റൻ ഓട്ടോ പൈലറ്റ് ഓഫ് ചെയ്തു. നോർമലായ ഡിസെൻറ്റ് റേറ്റിൻ്റെ ഇരട്ടി വേഗത്തിൽ വിമാനം ഇറങ്ങാൻ തുടങ്ങി. അപാകത മനസ്സിലാക്കിയ ഫസ്റ്റ് ഓഫീസർ പെട്ടെന്ന് തന്നെ അത് ക്യാപ്റ്റൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഡിസെൻറ്റ് റേറ്റ് ക്യാപ്റ്റൻ നേരെയാക്കി. പക്ഷേ ചെരിവ് നേരെയാക്കാനുള്ള ശ്രമത്തിൽ അല്പം കൂടുതൽ ഉയർന്നു പൊങ്ങിയ വിമാനം സാധാരണ ലാൻഡിംഗ് പാത്തിൽ നിന്ന് ഉയർന്നുപോയി. വിമാനം റൺവേയിൽ നിന്നും 92 അടി മാത്രം മുകളിലുള്ളപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെ വിമാനം താഴ്ന്ന് 30 അടി മുകളിൽ എത്തിയപ്പോഴേക്കും സ്ഥിതി സാധാരണ പോലെ തന്നെ ആയിരുന്നു. പക്ഷേ ഈ സമയത്ത് ക്യാപ്റ്റൻ ത്രസ്റ്റ് കൂട്ടി. ഇത് വിമാനം ഇറങ്ങുന്നതിന് പകരം റൺവേക്ക് സമാന്തരമായ വായുവിലൂടെ തെന്നി മുന്നോട്ട് നീങ്ങാൻ കാരണമായി. ഈ സമയത്ത് ഫസ്റ്റ് ഓഫീസർക്ക് മനസ്സിലായി റൺവേയുടെ ടച്ച് ഡൗൺ സോൺ പിന്നിലായി പോയെന്ന്. വിമാനം നിയന്ത്രണം വിട്ട് കുതിക്കുന്നത് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ മാക്സിമം മാനുവൽ ബ്രേക്കിംഗ് ചെയ്തു. ഉടനെ തന്നെ വിമാനം നിർത്താൻ സാധിക്കുന്ന ത്രസ്റ്റ് റിവേഴ്സലും അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ വീൽ ബ്രേക്കുകളുടെ പ്രവർത്തനം അല്പസമയം നിന്നുപോയി. ടെയിൽ വിൻഡിൻ്റെ കൂടെ സ്വാധീനത്താൽ വിമാനം റൺവേയും കടന്ന് മുന്നോട്ട് കുതിച്ചു. തങ്ങളുടെ കയ്യിൽ നിന്ന് വിമാനത്തിൻ്റെ നിയന്ത്രണം പോയി എന്ന് പൈലറ്റുമാർ മനസ്സിലാക്കുകയായിരുന്നു. വിമാനം സേഫ്റ്റി ഏരിയയും കടന്ന് മുന്നോട്ട് കുതിച്ച് റൺവേയുടെ അതിരിലുള്ള വേലിയും കടന്ന് 110 അടി താഴ്ചയുള്ള കിടങ്ങിലേക്ക് കൂപ്പുകുത്തി. കോക്പിറ്റ് നിലത്തിടിച്ചതോടെ വിമാനം 3 പിളർന്നു.
അപകടം നടന്നയുടനെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനായത് ദുരന്തത്തിൻ്റെ വ്യാപ്തി നന്നായി കുറച്ചു. കൊണ്ടോട്ടിയിലും പരിസരത്തുമുള്ള നാട്ടുകാർ ഉടനെ ഓടിയെത്തുകയായിരുന്നു. കോവിഡ് പകർച്ച ഭീഷണി പോലും വകവയ്ക്കാതെയാണ് നാട്ടുകാർ കൈമൈ മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മിലിറ്ററിയുടെയും അടിയന്തര ദൗത്യ സേനാംഗങ്ങളുടെയും വേഗത്തിലുള്ള ഇടപെടലും ഈ അവസരത്തിൽ തുണയായി. അങ്ങനെ പരിക്കേറ്റവരെ എല്ലാം ഉടനെ തന്നെ സമീപത്തെ ആശുപത്രികളിൽ എത്തിക്കാനായി. 2 പൈലറ്റുമാരടക്കം 21 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 160 പേർക്ക് പരിക്കേറ്റു. അന്നത്തെ സംഭവ വികാസങ്ങളെല്ലാം എടുത്തു പരിശോധിച്ചാൽ അപകടത്തിന് ഒരൊറ്റ കാരണം മാത്രമായി എടുത്തു പറയാൻ പറ്റില്ല. വൈപ്പർ ശരിയായി പ്രവർത്തിക്കാത്ത വിമാനത്തിൻ്റെ നിയന്ത്രണമാണ് ക്യാപ്റ്റന് ഏറ്റെടുക്കേണ്ടി വന്നത്. 8858 അടി നീളമുള്ള റൺവേയിൽ വിമാനം നിലം തൊടുന്നത് തന്നെ അതിൻ്റെ പകുതിയും കഴിഞ്ഞ് 4438 അടിയിലാണ്. കോഴിക്കോട് കാലാവസ്ഥ മോശമായിരുന്നിട്ടും അവിടെ തന്നെ ഇറങ്ങിയത് ക്യാപ്റ്റൻ്റെ പാളിപ്പോയ തീരുമാനമായിരുന്നു. സമീപത്തുള്ള കോയമ്പത്തൂരിലോ കൊച്ചിയിലോ ഉള്ള എയർപോർട്ടിൽ വിമാനം ഇറക്കാൻ ആവശ്യമായ ഇന്ധനവും മറ്റ് സാങ്കേതിക പിന്തുണയും എല്ലാം ഉണ്ടായിരുന്നിട്ടും ക്യാപ്റ്റൻ ആ സാധ്യത ഉപയോഗിച്ചില്ല എന്നത് ഒരു വസ്തുതയാണ്. അപകടം സംഭവിക്കുന്നതിന് മുൻ ദിവസങ്ങളിലും ക്യാപ്റ്റൻ സാത്തെ നിർത്താതെ ജോലി ചെയ്തിരുന്നു. അപകടം നടന്നതിൻ്റെ പിറ്റേ ദിവസം കരിപ്പൂർ ദോഹ വിമാനം പറത്താനും കമ്പനി നിയോഗിച്ചിരുന്നത് അദ്ദേഹത്തെ ആയിരുന്നു. ഒരു സ്റ്റാൻഡ് ബൈ പൈലറ്റിനെ നിയമിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല. അതായത് ക്യാപ്റ്റൻ സാത്തെ മറ്റേതെങ്കിലും എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ ദോഹ വിമാനം പറത്താൻ പൈലറ്റ് ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് വാസ്തവം. കരിപ്പൂരിൽ തന്നെ വിമാനം ഇറക്കാൻ അദ്ദേഹം തീരുമാനിച്ചതിന് കാരണവും ചിലപ്പോൾ ഇതായിരിക്കാം. എയർപോർട്ടിൽ സ്ഥാപിച്ചിരുന്ന കാറ്റിൻ്റെ വേഗത അളക്കുന്ന യന്ത്രം കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ATC ക്യാപ്റ്റനെ അറിയിച്ച ടെയിൽവിൻഡിനെ കുറിച്ചുള്ള വിവരങ്ങളും കറക്റ്റ് ആയിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതുപോലെ റൺവേയിലെ സെൻട്രൽ ലൈറ്റിൻ്റെ അഭാവവും അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ചെറിയ ഒരുപാട് പിഴവുകളെല്ലാം ഒത്തുചേർന്നാണ് അവസാനം ഈ ഒരു വലിയ അപകടത്തിൽ കലാശിച്ചത് എന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി കേട്ടറിവ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.